Being a festival for Christians, also this festival is celebrated by everybody with great enthusiasm as well as joy. Good morning. A warm welcome to everyone. We are specially welcome our principal Sister Jisma, our HOD Hazel Matthew ma'am, our class teacher Freddie ma'am, and all other teachers for being a part of our little celebration. We also welcome our great seniors and super seniors to this program. Today we are gathered here for our Christmas celebrations. I'm extremely honored to welcome you all. Our celebrations have shifted from colleges to mobile phones. We can add a great beauty to our celebration without worrying about the limitations. I guarantee you it will turn out to be a great celebration you will never forget. ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിൻ ഉറവിടമാം ദേവാനീ, നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലാകണമേ. എന്റെ വീഥികളിൽ നീ ദീപമായിടണേ. ദൈവമേ, ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. ഈ 2020 ക്രിസ്തുമസ് ആഘോഷം വേറിട്ട ഒരു അനുഭവമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് കുഞ്ഞൻ വൈറസ് ആയിട്ടുള്ള കൊറോണയുടെ ഒരു പശ്ചാത്തലത്തില് നമ്മളെല്ലാവരും വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടുകയും കൂടുതൽ സമ്പർക്കങ്ങളില്ലാതെ കോളേജിൽ വരാതെ മറ്റുള്ളവരെ കാണാതെയൊക്കെ ഈ ഒരു അവസരം ഇങ്ങനെ ആയിരിക്കാൻ 2020 ക്രിസ്മസ് വേറിട്ട ഒരു അനുഭവമാകാനുള്ള ഒരവസരം കൈവന്നിരിക്കുകയാണ്. അപ്പോ ഈ ഒരു ക്രിസ്തുമസ് കാലം പരസ്പരം കൂടുതൽ കാരുണ്യവും അനുകമ്പയും അതുപോലെ തന്നെ മറ്റുള്ളവരായിട്ട് സ്നേഹം പങ്കുവയ്ക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാല് യേശു നമ്മുടെ ഉള്ളിൽ വന്ന് പിറക്കുന്ന ഒരു അനുഭവമാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് പിറക്കുക എന്ന് പറഞ്ഞാല് എന്നും നമുക്ക് ക്രിസ്തുമസ് ആണ്. ദൈവം വന്ന് പിറക്കുന്നത് നാം മറ്റുള്ളവർക്ക് സ്നേഹവും കാരുണ്യവും അനുകമ്പയും ഒക്കെ നൽകുമ്പോഴാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നത്, ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് പിറക്കുന്നത്. അപ്പോ ഈ ഒരു ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ തന്നെ സന്തോഷവും ശാന്തിയും സമാധാനവും ഒക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ആദ്യമേ വന്നു ഭവിക്കണം. നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനങ്ങളാണ് നമ്മെ നാം ആക്കി മാറ്റുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ദൈവാനുഭവം മറ്റുള്ളവർക്ക് നൽകാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. ദൈവം നമ്മെ സ്നേഹിച്ചു, തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഈ ദൈവത്തെ മറ്റുള്ളവർക്ക് നൽകാൻ നമുക്കാകണം. ഈ ദൈവത്തെ മറ്റുള്ളവർക്ക് നൽകണമെങ്കിൽ ദൈവം നമുക്ക് നൽകിയ ആ സ്നേഹവും കാരുണ്യവും വാത്സല്യവും ഒക്കെ നമ്മൾ മറ്റുള്ളവർക്ക് നൽകാൻ തയ്യാറാകണം. അങ്ങനെ മറ്റുള്ളവർക്ക് നൽകാൻ തയ്യാറാകുമ്പോഴാണ് നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് ദൈവം വന്ന് പിറക്കുക. ഈ ക്രിസ്തുമസ് കാലം മറ്റുള്ളവരെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാൻ, നമ്മുടെ സ്നേഹത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം.
നാം എപ്പോഴും നമ്മുടെ മുകളിലുള്ളവരിലേക്കും ആണ് നോക്കാറുള്ളത്. പക്ഷെ ഈ ഒരു ക്രിസ്തുമസ് നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കാൻ നമ്മുടെ കണ്ണുകൾ തുറക്കാനായിട്ട് ഇടവരണം. നമ്മുടെ കണ്ണുകളെ മറ്റുള്ളവരുടെ നേരെ തുറക്കുമ്പോഴാണ് അവരുടെ ആവശ്യങ്ങൾക്ക് നേരെ ചെവിയോർക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ കൂടുതൽ കാരുണ്യ പ്രവർത്തികൾക്കുള്ള അവസരമായി ഈ ക്രിസ്തുമസ് ഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് വെക്കേഷൻ ആയതുകൊണ്ട്, ഇതുവരെയും ഒരു വെക്കേഷൻ മോഡിൽ തന്നെയായിരുന്നു, ഓൺലൈൻ ക്ലാസ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സും നമുക്കിപ്പോഴില്ല, ഈ ഒരു 10 ദിവസം ഇല്ല. അപ്പം ഓൺലൈൻ ക്ലാസ്സുകൾ ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ അയൽപക്കത്തുള്ള ഒരു വീട്ടിലെങ്കിലും ഒരു സ്നേഹ സന്ദേശം എത്തിക്കാൻ നമുക്ക് ഈ ഒരു അവസരം ഉപയോഗിക്കാം. പള്ളികളിലേക്ക് പോകാനായിട്ട് അധികം പേർക്ക് സാധിക്കുകയില്ല എങ്കിലും ഈ അവസരത്തിൽ കുറച്ചൊക്കെ പള്ളിയിലേക്ക് പോകാനും കുർബാനയിൽ സംബന്ധിക്കാനും ഒക്കെ കാത്തലിക്സ് കുട്ടികൾ പ്രത്യേകം പരിശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റു മതസ്ഥരായ എല്ലാ കുട്ടികളും നിങ്ങൾ ഈ ക്രിസ്തുമസ് കാലം സ്നേഹ സേവനങ്ങൾക്കുള്ള കാലഘട്ടമായി ചിലവഴിക്കുക. NSS ക്യാമ്പ് നമ്മൾ ആരംഭിച്ചു ഓൺലൈനായിട്ട് തന്നെ. അപ്പൊ അതിലൊരു അവയർനെസ് ക്യാമ്പയിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, പ്രിവെൻഷൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങള് അവയർനെസ് കൊടുക്കാനാണ് അവർ ഈ ക്യാമ്പിൽ കൂടുതലായിട്ട് പരിശ്രമിക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മളും ഈ ഒരു കാലഘട്ടം കുറച്ചുകൂടി മറ്റുള്ളവരെ നോക്കാൻ, പ്രത്യേകിച്ച് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ അവിടെ തൊഴിലാളികളായിട്ട് താമസിക്കുന്ന ആൾക്കാര് അപൂർവം പേർക്ക് എല്ലാ ദിവസവും ജോലിയുണ്ടെങ്കിലും മറ്റു പലർക്കും ജോലികളില്ല. അതിനാൽ തന്നെ സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് നമ്മുടെ നാട്ടില്, നമ്മുടെ കൂടെയുള്ളവരില്, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളില്, നമ്മുടെ അയൽപക്കങ്ങളിലൊക്കെ ഉണ്ട്. ഈ ഒരു ക്രിസ്തുമസ് ദിവസം ആരെങ്കിലും ഭക്ഷണം കഴിക്കാതെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ചോറ് കൊടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ അത് തമ്പുരാന്റെ കണ്ണില് വലിയൊരു നന്മയായിട്ട് ഭവിക്കുന്നതാണ്. അപ്പൊ ക്രിസ്തുമസ് ദിവസം ആരും പട്ടിണി കിടക്കാതിരിക്കാൻ, പ്രത്യേകിച്ച് നമ്മൾ അറിയുന്നവര്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവര് ആരും പട്ടിണി കിടക്കാതിരിക്കുവാനും ഒരു തരി സ്നേഹം അവരിലേക്ക് പകരാനും നമുക്കായാൽ ഈ ക്രിസ്മസ് കാലം ഏറ്റവും അർത്ഥവത്തായി എന്ന് ഞാൻ കരുതുകയാണ്. നമ്മള് ഒരു മെഴുകുതിരിയിൽ നിന്നാണ് ഒരു 100,000 മെഴുകുതിരികളെ കത്തിക്കാൻ പറ്റുള്ളൂ. അതിന് ആദ്യം നമ്മൾ ഓരോരുത്തരും കത്തണം. നമ്മളാകുന്ന മെഴുകുതിരി കത്തിയാൽ മാത്രമേ മറ്റൊരു മെഴുകുതിരിയിലേക്ക് ആ പ്രകാശം പരത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആദ്യം സേവനങ്ങളും സ്നേഹവും കാരുണ്യവും ആരംഭിച്ചാൽ നമ്മിൽ നിന്ന് അതൊരു 100,000 പേരിലേക്ക് എത്തിപ്പടരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഈ ക്രിസ്തുമസ് അതിനുള്ള അവസരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും ക്രിസ്തുമസിന്റെയും നവവത്സരത്തിന്റെയും 1000 മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉണ്ണിയേശുവിന്റെ അനുഗ്രഹം ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. Joyful and triumphant, O come ye to Bethlehem. Come and behold him, born the King of angels. O come, let us adore him. O come, let us adore him. Oh, come, let us adore him, Christ the Lord. Devan, Sri Yeshu Kartav, iloge vannudichu Kanyakayil. Rajadirajan സൃഷ്ടിയല്ല ജാതൻ ഹാവേഗം വന്നു
സമാധാനത്തിന്റെ, നന്മയുടെ, സന്തോഷത്തിന്റെ സന്ദേശം ലോക ജനതയെ അറിയിച്ചുകൊണ്ട് സ്വയം ശൂന്യനായി മനുഷ്യനായി ലോകത്തിൽ അവതരിച്ച യേശു ക്രിസ്തുവിന്റെ ജന്മദിനം ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒത്തിരി നല്ല ഓർമ്മകൾ, കുളിർമയുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. മഞ്ഞണിഞ്ഞ രാവുകളും വിവിധ വർണ്ണത്തിലുള്ള നക്ഷത്രങ്ങളാൽ, തോരണങ്ങളാലൊക്കെ അലങ്കൃതമായ ഭവനങ്ങളും നഗരവീഥികളും തെരുവോരങ്ങളും ഒക്കെ അക്കാലത്തെ ഒരു കാഴ്ചയാണ്. മനസ്സിന് കുളിർമ നൽകുന്ന, നല്ല സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. സമ്മാനപ്പൊതികളുമായി വരുന്ന ക്രിസ്മസ് പാപ്പ, അലങ്കൃതമായ ക്രിസ്മസ് ട്രീ, പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്നത്, പുത്തൻ വസ്ത്രങ്ങൾ ധരിക്കുന്നത് എല്ലാം നമുക്ക് നല്ല ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലേക്ക് നിറയ്ക്കുന്നത്. ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സീസണിലാണ് ഈ പ്രാവശ്യം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എന്നാലും ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ഓൺലൈനായി ക്രിസ്മസ് ആഘോഷം നമ്മുടെ കുട്ടികൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. സ്വയം ശൂന്യനായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച യേശു ക്രിസ്തുവിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ ഈ ആഘോഷം കൊണ്ട് ഇടവരട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ ഒരാളുടെ ചെറുതാകൽ കൊണ്ടാണ് മറ്റൊരാൾ വലുതാകുന്നത്. മറ്റുള്ളവരെ, നമ്മുടെ സഹോദരങ്ങളെ ഉയർത്തുവാൻ, നമുക്ക് ഒരല്പം ചെറുതാകാൻ, അങ്ങനെയുള്ള ഒരു മനസ്ഥിതി വളർത്തിയെടുക്കാൻ ഈ ക്രിസ്മസ് കാലത്ത് ആ സന്ദേശം നമുക്ക് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമ്മളൊരു അതിജീവനത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 2021 പുതുവർഷം നമ്മെ വരവേൽക്കുവാൻ കാത്തു നിൽക്കുകയാണ്. അത് നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഈ പാൻഡമിക് പീരീഡിനെ അതിജീവിച്ച് നമ്മുടെ പ്രവൃത്തികൾ പൂർവാധികം എനർജിയോടെ ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു പുതുവർഷമാകാൻ നമുക്ക് എല്ലാവർക്കും പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. We wish you a Merry Christmas. We
just like the ones I used to know, where the treetops glisten and children listen to hear sleigh bells in the snow. And I'm dreaming of a white Christmas, with every Christmas card I write. May your days be merry and bright, and may all your Christmases be white. Christmases be white. Sleigh.
about the Polar Express. The Polar Express is a children's book written by Chris Van Allsburg. The story is considered a classic Christmas story. The story begins on the night of a Christmas Eve. A young boy wakes up in the middle of the night to the sound of a train which is waiting for him outside his house. He gets on the train and is surprised to see other children on board. The train takes them to the North Pole, where they see Christmas elves and meet Santa Claus. The boy is handpicked by Santa to ask for a Christmas gift first. He can choose anything he wants. The boy asks for a bell from one of the reindeer's harnesses. When he returns home, the train pulls away, but his bell is lost. The next morning on Christmas, his sister finds a small gift for him under the tree. On opening the present, he finds that it is the same bell that was given to him by the Santa. On shaking the bell, the little boy and his sister hear its sound, but his parents cannot. Years pass and the little boy grows up. The boy recalls that over the years, his sister and everyone else stopped hearing the sound of the bell. But he did not, and it was only because his belief in magic of Christmas remained as is. Thank you. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. ക്രിസ്മസ് കേക്കുകളും കാർഡുകളും ക്രിസ്മസ് ഗിഫ്റ്റുകളും പുൽക്കൂടും ക്രിസ്മസ് സ്റ്റാറുകളും എല്ലാം അരങ്ങുവാഴുന്ന ക്രിസ്മസ് കാലഘട്ടത്തിൽ നാം ആഘോഷിക്കുന്നത് നമ്മിലേക്ക് ഇറങ്ങി വന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഒരു പുൽക്കൂട്ടിൽ ജനിച്ച ഉണ്ണിയേശുവിന്റെ ജനന തിരുനാളാണ്. ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ സ്നേഹവും കാരുണ്യവും എളിമയും നമ്മിൽ വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് ചുറ്റുമുള്ള സഹായം ആവശ്യമുള്ള ആർക്കെങ്കിലും സഹായഹസ്തം നീട്ടിക്കൊണ്ട് നമുക്കും ഈ ക്രിസ്മസ് ആഘോഷത്തിൽ സജീവമായി പങ്കെടുക്കാം. ഏവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. Jingle bell, jingle bell, jingle all the way. നാം എല്ലാവരും ക്രിസ്മസ് മണിമുഴക്കങ്ങൾക്ക് നടുവിലാണ്. കരോൾ ഗാനങ്ങളും സാന്റാക്ലോസും ക്രിസ്മസ് പുൽക്കൂടും നക്ഷത്രങ്ങളും എല്ലാം ഒരുക്കി നാം ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഈ ആഘോഷങ്ങൾക്ക് നടുവിലും ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില വസ്തുതകളിൽ ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം നന്മയുടെ പാഠമാണ്. നമുക്ക് അറിയാവുന്നതുപോലെ ഉണ്ണിയേശു ജനിച്ച ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച രാത്രിയിൽ ഉണ്ണിയേശുവിനെ കാണാനെത്തിയ 3 രാജാക്കന്മാർ, പൊന്നും മീറയും കുന്തിരിക്കവും കൊണ്ട് കാണാനെത്തിയ 3 രാജാക്കന്മാർക്ക് വഴികാട്ടിയായത് ഒരു നക്ഷത്രമായിരുന്നു. നമുക്കും മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്ന നല്ല വഴികാട്ടികളായി തീരാൻ, നല്ല നക്ഷത്രങ്ങളായി തീരാൻ നമുക്കും ശ്രമിക്കാം. ഇന്നത്തെ നമ്മുടെ സമൂഹം അസഹിഷ്ണുതയും അക്രമവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിനൊരു വിരാമമിടാൻ അല്ലെങ്കിൽ ഇതിനൊരു ചെറിയ മാറ്റം വരുത്താൻ നമുക്കെല്ലാവർക്കും മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കാം. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നാം എടുക്കുന്ന ഒരു തീരുമാനം അതാകട്ടെ, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്ന നല്ല വഴികാട്ടികളായി തീരാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. Here, the story about Santa Claus. Santa Claus was not always a jolly old fellow.
He did not always have long white whiskers, and he did not always wear a big red suit. He was once just an ordinary baby boy named Nicholas. He often helped the people in his village. He shared his meals with those who had nothing to eat. He was always the first to lend a helping hand. There was no better friend to have than young Nicholas. The baby boy was just like any other, but his parents hoped for great things from their only son. That's why they named him Nicholas, which means hero of the people. Even at a young age, Nicholas was a kind and generous boy, and he brought joy to young and old alike. Nicholas became well known throughout the land as a kind and wise young man. At a very young age, Nicholas joined the church. It was his duty to help people. Nicholas gave special attention to the children of his village. He was soon named a bishop of the church. Nicholas wore a long red robe with a red hat, and he traveled on horseback. In one village, Bishop Nicholas heard the sorrowful tale of a poor old man, that the man could no longer feed his 3 daughters. That night, while the whole village slept, Nicholas dropped 3 bags of gold one by one down through the chimney stack of their house. Next day morning, the sisters saw these 3 bags. They were overjoyed and they spread the story from village to village. Though this was Bishop Nicholas' most famous gift, it was not his first good deed, and it would certainly not be his last. For all his good deeds, Bishop Nicholas was named a saint. One day each year, everyone celebrates the saint's good deeds. St. Nicholas' name day is December 6. People all over the world began to celebrate St. Nicholas' Day. They hung their stockings by the fire the night before and awake the next morning to find them filled with candy, fruit, nuts, or toys. And may people know him today as Santa Claus. The gift Santa Claus delivers, gift of hope and joy. Bring the joy of giving to all the children of the world. Thank you. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മഞ്ഞ് വീഴുന്ന പ്രഭാതവും രാത്രിയിലെ തണുപ്പും കൂട്ടുകാരൊന്നിച്ച് പള്ളിയിൽ പോകുന്നതും കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുന്നതുമൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെയൊന്നും ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളിപ്പോൾ ഓൺലൈനായിട്ടും ക്രിസ്മസ് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവരിലും ആ സന്തോഷം നമ്മൾ പങ്കുവെച്ചിട്ട് നമ്മുടെ മനസ്സിലുള്ള ആ സന്തോഷമാണ് നമുക്ക് ഈ ക്രിസ്മസിനെ പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. നമ്മുടെ മനസ്സിലുള്ള സന്തോഷം നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാം. എല്ലാവർക്കും നന്മയുടെയും സന്തോഷത്തിൻ്റെയും നല്ലൊരു ക്രിസ്മസ് നേരും. എല്ലാവർക്കും സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും ഒരു ക്രിസ്മസ് കൂടി ആശംസിക്കുന്നു. പുതിയൊരു ക്രിസ്മസ് കാലഘട്ടം കൂടി വരവായി. പുൽക്കൂടും നക്ഷത്രങ്ങളും സാന്താക്ലോസും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. പക്ഷേ ഇന്നത്തെ ഒരു സമയത്ത് നമുക്കതെല്ലാം അന്യമാണ്. കൊറോണ എന്ന് പറയുന്ന മഹാമാരിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്നില്ല എന്ന പരാതിയാണ് ചുറ്റും. ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് കൂടുതൽ പൈസ ചെലവാക്കി അല്ലെങ്കിൽ കൂടുതൽ ആഘോഷപൂർവമായി മറ്റുള്ളവർ കാണുകയും കൊണ്ടാടുന്ന ഒന്നല്ല. നമ്മുടെ മനസ്സിലായിരിക്കണം ക്രിസ്മസ്. നമ്മുടെ മനസ്സിലായിരിക്കണം ഉണ്ണിയേശു ജനിക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ ഉണ്ണിയേശു ജനിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം പകരാൻ നമുക്ക് സാധിക്കുന്നു. നമുക്ക് ചുറ്റുപാടുമുള്ള ജനങ്ങള്, ചുറ്റുപാടുമുള്ള നമ്മുടെ അയൽപക്കക്കാര്, എത്രയോ ആൾക്കാർ ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്ത് വേദനകൾ അനുഭവിക്കുന്നുണ്ടാവും. അവർക്ക് ആർക്കെങ്കിലും ഒരു സന്തോഷം കൊടുക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾക്ക് ഈ ക്രിസ്മസിൽ പങ്കുവയ്ക്കാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷകരമായ സന്ദേശം എന്ന് പറയുന്നത്. ഉണ്ണിയേശുവിനെ പോലെ എളിമയുള്ളവരായി മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തി നോക്കി മറ്റുള്ളവരും നമ്മളെ പോലെയുള്ളവരാണെന്ന് മനസ്സിലാക്കി അവരിലേക്കും സന്തോഷം പകർന്ന് ക്രിസ്മസ് എന്ന് പറയുന്ന ആ ഒരു ഓർമ്മ പുതുക്കൽ നമുക്ക് വളരെ മനോഹരമാക്കി കൊണ്ടാടാനായിട്ട് സാധിക്കും. ആഘോഷങ്ങളും ആരവങ്ങളും ഇല്ലാതെ തന്നെ വളരെ മനോഹരമായി നമ്മുടെ മനസ്സുകളിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കട്ടെ.
മറ്റുള്ളവരുമായി ചെറിയ ചെറിയ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും സന്തോഷപൂർവമായ മനസ്സിൽ നിറഞ്ഞൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. Mary's boy child, Jesus Christ, was born on Christmas Day, and man will live forevermore because of Christmas Day. Long time ago in Bethlehem, so the Holy Bible said, Mary's boy child, Jesus Christ, was born on Christmas Day. Hark now, hear the angels sing, a king was born today, and man will live forevermore because of Christmas Day. Mary's boy child, Jesus Christ, was born on Christmas Day. While shepherds watch their flock by night, they see a bright new shining star. They hear a choir sing a song, the music seemed to come from afar. Hark now, hear the angels sing, a king was born today, and man will live forevermore because of Christmas Day. ഓക്കെ. ഓർമ്മയിൽ ഒരിക്കൽ കൂടി നല്ല നാളുകളെ ഓർത്ത് നക്ഷത്ര തിരക്കുമായി ഇതാ ഒരു ക്രിസ്മസ് വന്നെത്തിയിരിക്കുന്നു. ഈ കോവിഡ് കാലത്തും നമ്മൾ പരസ്പരം സാമൂഹ്യ അകലം പാലിച്ച് നമ്മുടെ സ്നേഹവും കരുതലും പരസ്പരം പങ്കുവയ്ക്കുവാൻ നമുക്ക് ശ്രമിക്കാം. കുറച്ചു കാലം നമ്മൾ അകന്നിരുന്നാൽ കൂടുതൽ കാലം നമുക്ക് അടുത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് ദിന ആശംസ. ചിലവരെ ലക്ഷ്യത്തിലെത്താനുള്ള ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ, വഴിയിൽ തടസ്സങ്ങൾ നേരിടുമ്പോൾ പിന്മാറി പോകുന്നവരുണ്ട്. എന്നാൽ ചിലവർ എല്ലാ പ്രശ്നങ്ങളെയും മറികടന്ന് എല്ലാ തടസ്സങ്ങളും നോക്കി
മുന്നേറിക്കൊണ്ട് ലക്ഷ്യത്തിലെത്തുന്നവരുണ്ട്. നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. നമ്മളിൽ ഉറച്ച വിശ്വാസവും ലക്ഷ്യത്തിലെത്തണമെന്ന് ഉറച്ച തീരുമാനവും ഉണ്ടെങ്കിൽ ഏതൊരു പ്രശ്നത്തെയും വളരെ ലളിതമായി മറികടന്ന് ലക്ഷ്യത്തിലെത്താൻ പറ്റും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. Respected Principal Sister Gisma Teres, respected Head of Department Miss Hazel Matthew, respected teachers and my dear friends. I feel really grateful to speak a few words in front of you. When I was asked to give a message on Christmas, I was really perplexed. Because on one hand, I thought I would have a lot to say, and on the other, I was running out of words. And still, I'm torn between the two. Basically, we know this has really been a tough year, and even now, we are not completely out of this. And like all other December mornings when we wake up to a cool, dew-touched breeze of December, this year we are waking up in the hope that the vaccines are shortly into the market. And yeah, let's keep our fingers crossed for such a splendid news. Rather than glorifying about the December month and Christmas celebrations, I would like to signify upon the point of gratitude. നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം ഈ വൈറസ് നമ്മൾ വിട്ടിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ജാഗ്രത പാലിച്ച് അകലം പാലിച്ച് സാമൂഹ്യ അകലത്തോടുകൂടി ഒരു വെർച്വൽ ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു വെർച്വൽ ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരിക്കണം ഇപ്രാവശ്യവും നമ്മൾ കൈക്കൊള്ളേണ്ടത്. എന്നാണോ ഈ വൈറസ് ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി പോകുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് പഴയ സ്ഥിതിയിലേക്ക് വീണ്ടും വരാൻ സാധിക്കുകയുള്ളൂ. അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. എല്ലാവരും പഴയ പോലെ ഒത്തുകൂടട്ടെ. നമുക്ക് എല്ലാവർക്കും ഒന്നും കൂടി വീണ്ടും കണ്ട് നേരിട്ട് സന്തോഷം പങ്കിടാൻ സാധിക്കട്ടെ. ഈ വിഷമങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീർന്നു പോകട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ നല്ലൊരു ക്രിസ്മസും നല്ലൊരു നവവത്സരവും ആശംസിക്കുന്നു. Shack. everyone. I am Kirtana KS from first year physics department. No matter what language you speak, a kind and smiling thank you always speaks to everyone's heart. That's why I'm here to present a vote of thanks for today's Christmas celebration.
First of all, I would like to thank our principal, Sister Jisma Madam, for attending the function and enlightening us with their presence from her busy schedule. Thank you so much, ma'am. I want to thank all the teachers being here and guiding us for making this event successful. I would also like to thank the students who worked really hard to make this celebration successful. Also, thank you to all the students, including seniors and super seniors present here, for attending this virtual celebration. I hope you guys enjoyed it. It is rightly said by Jay Kenley, as we express our gratitude, we must never forget that the highest appreciation is not to utter words, but to live by them. I would end my speech here. Thank you, everyone.